ഉത്തർപ്രദേശിലെ ആ ഒരു സെറ്റ് ബാക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത, അതായത് ഒരാൾ പോലും അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല, ഒരു എക്സിറ്റ് പോളിലും പറഞ്ഞിരുന്നില്ല, വിശകലന വിദഗ്ധരും അതൊന്നും പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഞാൻ അന്വേഷിച്ചപ്പോൾ വോട്ടർമാർക്ക് പോലും ഞെട്ടലാണ് ഈ കാര്യത്തിൽ. ഒന്ന്, എനിക്ക് തോന്നുന്നു വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ കുറവ്, ഒരു കോംപ്ലസൻസി ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രവർത്തകരെയും ഏതായാലും നമ്മൾ ജയിക്കാൻ പോകുന്നു, വേറെ ആരുമില്ല, ഇന്ത്യ മുന്നണിയിലേക്ക് ആരാന്നുള്ളത് ഇങ്ങനെയൊക്കെ തോന്നിയിട്ട് ഞാൻ വോട്ട് ചെയ്യാതെ തന്നെ മോദി ജയിച്ചോളൂ. എനിക്ക് വോട്ടർമാരോടും പറയാനുള്ളത്, വോട്ട് ചെയ്താലേ നിങ്ങളുടെ ആൾ ജയിക്കുകയുള്ളൂ, വോട്ട് ചെയ്യാതെ ജയിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ ഉത്തർപ്രദേശിൽ സെറ്റ് ബാക്ക് അതാണ് ഒരു പ്രധാന സംഭവമായത്. ഈ മറ്റേ വെസ്റ്റേൺ പാർട്ടിലെ സെറ്റ് ബാക്ക് നമ്മൾ അന്ന് അനലൈസ് ചെയ്തിരുന്നു, രാജസ്ഥാനും മഹാരാഷ്ട്രയും. അത് നഷ്ടപ്പെട്ടാലും ഒറീസയും ബംഗാളും കൊണ്ട് മേക്കപ്പ് ചെയ്യും. ഇപ്പോൾ സംഭവിച്ചത് എന്താ, ഒറീസ മാത്രമേ മേക്കപ്പ് ചെയ്യാനുണ്ടായുള്ളൂ, ബംഗാൾ വന്നുമില്ല, ഉത്തർപ്രദേശ് പോവുകയും ചെയ്തു. അതെ, അപ്പോൾ ആ കൂടെ തകിടം മറിഞ്ഞു. ഇതാണ് സംഭവിച്ചത്. അത് വാസ്തവത്തിൽ അത് പരിശോധിക്കേണ്ട ഒരു സെറ്റ് ബാക്കാണ് ഉത്തർപ്രദേശിലെ. ഇത്രയധികം സെറ്റ് ബാക്ക് ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു. 60 നിന്ന് ചിലപ്പോൾ ഒരു 10 സീറ്റ് കുറയും, 50 ആകും. ഇതിപ്പോൾ തീരെ കുറഞ്ഞു പോയി. 10-30 സീറ്റ് കുറയുക എന്ന് പറഞ്ഞാൽ അത് മേക്കപ്പ് ചെയ്യാൻ വേറെ സ്റ്റേറ്റും ഇല്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ച ഒരു പരാജയമാണിത്. വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതുമാണ് എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്ന്. ഈ BSPയുടെ വോട്ട് നമുക്കറിയാം, BSP താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, മായാവതി ആക്റ്റീവ് അല്ല. പക്ഷേ BSPയുടെ വോട്ട് നല്ലൊരു ശതമാനം ഇത്തവണ 10% കുറഞ്ഞു. അപ്പോൾ ആ വോട്ട് BJP എക്സ്പെക്ട് ചെയ്തിരുന്നു, കുറച്ച് വോട്ട് BJPയിലേക്കും പോകും, കുറച്ച് വോട്ട് ഇന്ത്യ മുന്നണിയിലേക്കും പോകും, SP-യിലേക്കും പോകുന്നായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പം നല്ലൊരു ശതമാനം വോട്ട് വളരെ നമ്പറായിട്ട് SP കോൺഗ്രസ് കൊലീഷനിലേക്ക് പോയിട്ടുണ്ട്. അതിൽ തന്നെ ഈ ഒരു സംവരണം നിർത്തലാക്കും എന്നുള്ള രീതിയിൽ ഒരു ഇത് കൊണ്ടുവന്നിരുന്നല്ലോ ഇവർ, ഒരു നെഗറ്റീവ്, വ്യാജ നെഗറ്റീവ്, ഒരു ഫേക്ക് നെഗറ്റീവ് കൊണ്ടുവരുന്നതല്ലോ. അത് പക്ഷേ വേണ്ടത്ര രീതിയിൽ BJPക്ക് പലപ്പോഴും പ്രതിരോധിക്കാനായില്ല എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. കാരണം ശ്രമിച്ചു, BJP കറക്റ്റായിട്ട് അതിലൊരു ക്ലാരിറ്റി കൊടുത്തിരുന്നു, അമിത്ഷാ ഉൾപ്പെടെ അത് പറഞ്ഞു. പക്ഷേ അത് ഇവർ ഈ യൂട്യൂബ് ചാനൽസ് വഴിയും ലോക്കൽ ഇതൊക്കെ വഴി, പിന്നെ ഒരു ഇൻ്റർനാഷണൽ കോൺസ്പിറസി ഉണ്ടായിരുന്നു എന്നുള്ളൊരിതും വരുന്നുണ്ടല്ലോ. അതൊരു സത്യമാണത്. പക്ഷേ ഇത്തവണത്തെ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളിൽ വലിയൊരു ശതമാനം ബ്രാഹ്മണരായിരുന്നു, യാദവരൊന്നുമല്ല, കുറവായിരുന്നു. പണ്ട് BSP മായാവതി അവർ 65% ബ്രാഹ്മണരെ നിർത്തിയിട്ടാണ് മായാവതി ദളിത് കാർഡ് ഇറക്കി കളിച്ചത്. കാൻഡിഡേറ്റ്സ് 65% ബ്രാഹ്മണർ, 65%. ഇതുപോലെ ഇത്തവണ SP ഒരുപാട് ബ്രാഹ്മണ സ്ഥാനാർത്ഥികളെ നിർത്തുകയും കുറേയധികം അവർ എക്രോസ് മറ്റേ യാദവ് കഴിഞ്ഞിട്ടുള്ള ബെൽറ്റിലേക്ക് കടന്നു കയറുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ സാധനത്തെ 2014 BJP ഓവർടേക്ക് ചെയ്തതാണ്, ഈ ജാതി ഇക്വേഷൻസ് ഇട്ടുള്ള കളി. 2014 ഓവർടേക്ക് ചെയ്തു, പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓവർടേക്ക് ചെയ്തു, അത് കഴിഞ്ഞ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓവർടേക്ക് ചെയ്തു. ഇങ്ങനെ ചെയ്ത് ഈ കളിയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിച്ചിരുത്തി എന്ന് വിശ്വസിച്ചിരുന്നപ്പോഴാണ് ഈ ആണി തുറന്ന് പ്രേതം പിന്നെയും പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും ഇതിനെ ആവാഹിച്ച് തറയ്ക്കേണ്ട ഒരു സ്ഥിതിയാണ്.